TRP കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ടന്റ് കൊടുക്കുന്നത് എന്നുള്ള ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ആര്യന്റെയും ജിസേലിന്റെ ലൈഫ് വെച്ച് കളിക്കല്ല വേണ്ടത്. കളിക്കുകയാണെങ്കിൽ മാന്യതയിൽ കളിക്കണം. അല്ലാതെ പുതപ്പിന്റെ ഉള്ളിൽ ഞാൻ അത് കണ്ടു, പുതപ്പിന്റെ ഉള്ളിൽ ഞാൻ ഇത് കണ്ടു, ഇതൊക്കെ ഒരു നല്ല ഗെയിമാണോ? കളിക്കുകയാണെങ്കിൽ വൃത്തിക്ക്. അങ്ങനെ ആര്യന്റെയും ജിസേലിന്റെയും വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരുന്ന വീഡിയോ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഈ ഒരു കണ്ടന്റിനെ പറ്റിയിട്ട് എടുത്തു വെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാര്യം അവരുടെ പേഴ്സണൽ ലൈഫിനെ വരെ ബാധിക്കുന്ന രീതിയിലോട്ടാണ് ഇപ്പം കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ഈ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഉമ്മ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. ആ ഒരു വീഡിയോ ആണ് നിലവിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആദ്യം ഞാൻ നിങ്ങളെ ആ ഒരു വീഡിയോ കാണിക്കാം. ഈ ഒരു വീഡിയോക്കകത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ആ ഒരു പുതപ്പുകൾ തമ്മിൽ അനങ്ങുന്നതെന്ന്. പക്ഷേ നമ്മളിത് കാണുമ്പോഴത്തേക്ക് അത് വേറെ ഒരു രീതിയിലായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു മനുഷ്യൻ കിടക്കുന്ന സമയത്ത് പുതപ്പുകൾ ഇങ്ങനെ പിടിച്ചിടാറുണ്ട്. അപ്പോൾ അത് പുറത്തു നിന്ന് കാണുന്ന ആൾക്കാർക്ക് അത് വേറൊരു അർത്ഥത്തിലും അത് എടുക്കാൻ പറ്റും. ഓക്കെ, എന്തായി കഴിഞ്ഞാലും ഈ ഒരു കാര്യം വെച്ചിട്ട് മാത്രം നമുക്ക് ഇവരെ വിലയിരുത്താൻ പറ്റത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ അവർ ഉമ്മ വെച്ചുകൊണ്ടിരുന്നതാണെന്ന് അനുമോൾക്ക് എങ്ങനെ കാണാൻ പറ്റും? കാര്യം ബെഡ്ഷീറ്റ് കംപ്ലീറ്റും തലയുടെ മണ്ടേ കൂടാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ ഉമ്മ വയ്ക്കുന്ന ഒരു രീതിയിലും ഒരു ആംഗിളിലും കാണാൻ പറ്റത്തില്ല. അപ്പം പിന്നെ എങ്ങനെ അനുമോൾ ഇത് കണ്ടു എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. അത് മാത്രമല്ല, ഇന്ന് രാവിലെ ഞാൻ 1-2 വീഡിയോ കാണുന്ന സമയത്ത് അനുമോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡേറ്റ് തമ്മിൽ ഭയങ്കര മിസ്മാച്ചിങ് ആണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് അനുമോൾ ജയിലിലായിരുന്നു എന്നും പറയുന്നുണ്ട് കുറച്ച് ആൾക്കാർ. എന്തായാലും ഇപ്പോൾ നിലവിൽ സംഭവം കൈവിട്ട് പോയിരിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സീസണുകൾ വെച്ചിട്ട് ഇത്രയും നാണം കെട്ട ഒരു കണ്ടന്റ് നമ്മൾ എങ്ങും കണ്ടിട്ടില്ല. കാര്യം ഒരു മനുഷ്യരും ഇതുപോലെയുള്ള രീതിയിൽ ആരെയും എടുത്ത് വെച്ചിട്ട് സംസാരിക്കാറില്ല. പിന്നെ ഈ ഒരു വിഷയം അനുമോൾ പറഞ്ഞത് സത്യമാണെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അത് ആദ്യമേ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ആര്യനാണെങ്കിൽ 10-23 വയസ്സ് എങ്ങാണ്ടേ ഉള്ള ആ ഒരു പയ്യന്, ജിസേലിന് 10-35 വയസ്സ് പുറത്താണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഏത് രീതിയിലായിരിക്കും അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്? സോ അതുകൊണ്ടൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്നുള്ളൊരു വിചാരം എല്ലാവർക്കും വേണം. ഇനി ഇതിനകത്ത് ജിസേൽ എന്ന് പറയുന്ന ആ ഒരു ലേഡിക്ക് വേണമെങ്കിൽ ഇത് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. അവരതിനെ പറ്റിയിട്ട് ഒന്നും സംസാരിക്കുന്നില്ല, അവരെവിടെയും പറയുന്നില്ല അവർ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന്. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യണം, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അവർ ചെയ്യാത്തിടത്തോളം കാലം ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലെ ആൾക്കാർ വിശ്വസിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നിലവിൽ ഇപ്പം ആര്യനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആദ്യത്തെ മെയിൻ സപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ പൂജിത മേനോനെ നിങ്ങൾക്ക് അറിയാമല്ലോ. പൂജിത പറയുന്ന കുറച്ച് കാര്യം നമുക്കൊന്ന് കേൾക്കാം. ഇത്രയും കാലം അനുമോളുടെ അടുത്തൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ എങ്ങാനൊരു വൈൽഡ് കാർഡ് എൻട്രി മസ്താനി വന്നിട്ട് പുറത്ത് നമ്മൾ ടെലിവിഷനിൽ ബിഗ് ബോസ് ഹൗസിൽ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ ആര്യനെയും ഗിസേലിനെയും കണ്ടു. അത് പിന്നെ എന്താണ് ഗിസേൽ തുണി എന്തോ സെറ്റാക്കി അനുമോൾ കണ്ടു, ഇവർ തമ്മിൽ കിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചീപ്പ് ഷോ ഇന്ന് ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ആസ് വുമൻ നമ്മൾ എല്ലാവരും എണീച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് തിങ് വി ഡു ഇസ് നമ്മുടെ ഡ്രസ്സ് ശരിയാക്കണമെന്നാണ് ഫസ്റ്റ് തിങ് വി ഓൾ ഡു. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു സ്ത്രീ ആയി കഴിഞ്ഞാലും കിടന്ന് തിന്നിക്കുമ്പോൾ നമ്മൾ ഡ്രസ്സ് നല്ല പ്രോപ്പറായിട്ട് ഇടാനാണ് നോക്കുന്നത്, അല്ലേ? ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ആ ഒരു വീഡിയോയുടെ കാര്യമല്ല അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ട ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, കുറച്ച് മുന്നേ ഞാൻ കാണിച്ചത്, ആ ഒരു വീഡിയോ പറ്റിയിട്ടായിരുന്നു അനുമോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെ, ബാക്കിയോടെ പറ. ഓക്കെ, സെക്കൻഡ്ലി ഒരു ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ എന്ത് നടന്നു എന്നുള്ളത് കാര്യം എങ്ങനെ അനുമോൾ കണ്ടു? ഉറങ്ങണ മാതിരി പ്രിറ്റൻഡ് ചെയ്തിട്ട് ഓട്ടക്കണ്ണോണ്ട് എത്തിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അവർ കണ്ടു കിസ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ സപ്പോസ് ബെഡ്ഷീറ്റിൻ്റെ അടിയിലാണെങ്കിൽ അത്രയും ഒരു തിക്ക് ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ എങ്ങനെ അനുമോളത് കണ്ടു? അതൊരു വലിയ ചോദ്യമാണ്. കാര്യം ബെഡ്ഷീറ്റ് തലയിൽ കൂടി ഇട്ടിരിക്കുന്ന സമയത്ത് അനുമോൾക്ക് അത് കാണാനായിട്ട് പറ്റത്തില്ല. ഇനി എന്തെങ്കിലും അനക്കോ കാര്യങ്ങളോ കണ്ടപ്പം ഇനി അനുമോൾ ഇത് മനഃപൂർവ്വം അനുമോളുടെ ഉള്ളിൽ തോന്നിയ സംശയമാണോ വന്നിരുന്ന് പറഞ്ഞതെന്നും അറിയത്തില്ല. എന്തായാലും വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെ. കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ വന്ന് എങ്ങനെയാണ് ഈ ഒരു കണ്ടന്റൊക്കെ വന്ന് സംസാരിക്കുന്നത്? ഈ ഒരു ഷോയ്ക്ക് ഒരു ഡിഗ്നിറ്റി ഇല്ലേ? ഈ ഒരു ഷോ ഇപ്പോൾ ഏത് രീതിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ആൾക്കാരൊക്കെ കുടുംബസമേതമായിട്ട് എങ്ങനെ ഇരുന്ന് ടി വിയിൽ ഈ ഒരു പ്രോഗ്രാം കാണും? ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്ക് യാതൊരു ചിന്തയില്ലേ? ഇനി അനുമോളെ പറ്റിയിട്ടാണ് വേറെ ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചെങ്കിൽ അനുമോൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ കിടന്ന് കാണിച്ചാണ്. അനുമോൾ ഉടനെ കിടന്ന് കരയും, നിലവിളിക്കും, അവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കും, എന്തൊക്കെ കാണിക്കാവോ അതിൻ്റെ എക്സ്ട്രീം അനുമോൾ കാണിച്ചാണ്. ഈ അനുമോളുടെ കണ്ണ് ബിഗ് ബോസ് കണ്ണിന്റെ പകരം ബിഗ് ബോസ് ക്യാമറയുടെ പകരം അനുമോളുടെ കണ്ണിന്റെ ഒരു ഇത് ആ ബെഡ്ഷീറ്റുമ്പോൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഇറ്റ് ഇസ് സച്ച് എ ചീപ്പ് ഷോ. ആൻഡ് ഈ എൻറ്റയർ തിങ് ആ ഒരു ലിവിങ് റൂമിൽ അനുമോൾ ബെഡ്ഷീറ്റ് എടുത്ത് കൊണ്ടുവന്നു ആക്ടിങ്, എനിക്ക് സംഹവ് ഒരു എല്ലാ റെസ്പെക്റ്റും പോയി. കേട്ടല്ലോ. അപ്പോൾ ഇതാണ് പൂജിത പറഞ്ഞത്. പൂജിതയെ സംബന്ധിച്ച് ആര്യനെ വിളിപ്പിക്കാനേ നോക്കത്തുള്ളൂ. ആര്യൻ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പുള്ളിക്കാരത്തി വന്നിരുന്ന് ന്യായീകരിക്കും, അത് വേറൊരു സത്യം. പക്ഷേ ഈ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഈ ഒരു വിഷയം സീരിയസ് ആയിട്ട് എടുത്തിട്ട് ബിഗ് ബോസ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. മിക്കവാറും അനുമോളെ പുറത്താക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാര്യം ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളുടെ ചർച്ചാ വിഷയം ആയിക്കഴിഞ്ഞാൽ ആ ഷോയെ ബാധിക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ അവരെടുത്ത് വെളിക്കളയും. കാര്യം ഇത് അവരുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന വലിയൊരു സീരിയസ് അലിഗേഷനാണ് അനുമോൾ വന്നിരുന്ന് പറഞ്ഞിരിക്കുന്നത്.
എന്തായാലും ഇനി കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന നൂറ മുസ്കാൻ ഇതിനെ പറ്റിയിട്ട് വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ TRP കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കണ്ടന്റ് കൊടുക്കുന്നത് എന്നുള്ള ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ആര്യന്റെയും ജിസലിന്റെ ലൈഫ് വെച്ച് കളിക്കല്ല വേണ്ടത്. കളിക്കുകയാണെങ്കിൽ മാന്യതയിൽ കളിക്കണം. അല്ലാതെ പുതപ്പിൻ്റെ ഉള്ളിൽ ഞാൻ അത് കണ്ടു, പുതപ്പിൻ്റെ ഉള്ളിൽ ഞാൻ ഇത് കണ്ടു, ഇതൊക്കെ ഒരു നല്ല ഗെയിമാണോ? കളിക്കുകയാണെങ്കിൽ വൃത്തിക്ക് കളിക്കണം. അല്ലാതെ ഇതുപോലെ ചീപ്പ് ഗെയിം ഇറക്കല്ല വേണ്ടത്. നോറ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ കേട്ടല്ലോ. കളിക്കുമ്പോൾ നമ്മൾ മാന്യമായിട്ട് കളിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടല്ല കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്ന്. അതൊരു അർത്ഥത്തിൽ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ ഈ കാര്യങ്ങൾ വെച്ചിട്ട് ബിഗ് ബോസിൽ ഒരു ചർച്ചാ വിഷയം കൊണ്ടുവരരുത്. കാര്യം ഇന്നലെ അവിടെ ഉള്ള കുറച്ച് മണ്ടന്മാർ കുറച്ച് പരിപാടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് എത്രത്തോളം വിവരം ഇമാർക്ക് ഉണ്ട് എന്ന് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ്. ഈ ഒരു സംഭവം നടന്ന് ഓക്കെ, അത് ചർച്ചയായി കഴിഞ്ഞു. പിന്നെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് എത്രത്തോളം തെണ്ടിത്തരമാണത്. അതിനെ പറ്റിയിട്ട് ഇവിടെ ആർക്കും ഒന്നും സംസാരിക്കാനില്ലേ? ഇനിയും തീർന്നിട്ടില്ല, ഇനിയുണ്ട് അനുമോക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. Shocked to believe that there are so many audience supporting what Anumol is saying by saying that oh നമ്മളും ആ വീഡിയോ കണ്ടു, അനുമോൾ പറയുന്നതൊക്കെ സത്യമാണ്. നിങ്ങൾ എന്ത് കണ്ടു എന്നാ പറയുന്നത്? ഒരു ബ്ലാങ്കറ്റിന്റെ അടിയിൽ ഞാൻ എങ്ങനെ മൂവ് ചെയ്താലും പുറത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ അത് എങ്ങനെയും നമുക്ക് ധരിക്കാം. പക്ഷെ എനിക്ക് തന്നെ ഇരുന്നുകൊണ്ടും ഐ ക്യാൻ ക്രിയേറ്റ് ഓൾ ദോസ് മൂവ്മെന്റ്സ്. നിങ്ങൾ ബ്ലാങ്കറ്റിന്റെ അടിയിൽ ഇരുന്നുകൊണ്ടൊന്നുമല്ലല്ലോ കണ്ടത്. അത് വലിയൊരു പോയിന്റാണ്. ഇപ്പോഴും ആ ബ്ലാങ്കറ്റിന്റെ അടിയിൽ എന്ത് സംഭവിച്ചു എന്ന് അത് വിസിബിൾ അല്ല. നിങ്ങൾ ആ ഒരു വീഡിയോ വളരെ വ്യക്തമായിട്ട് നോക്കണം. ആ ഒരു ബ്ലാങ്കറ്റിനകത്ത് അവർ കൈയൊക്കെ ഇട്ട് അനക്കുന്നുണ്ട്. ഓക്കെ, അത് കാണുമ്പോഴത്തേക്ക് അത് നെഗായിട്ട് തോന്നുന്നു. പക്ഷെ അതിനകത്ത് ഈ പറയുന്ന ഉമ്മ വയ്ക്കുന്ന ഒരു സീനായിട്ട് നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ പിന്നെ അനുമോൾ ഈ പറഞ്ഞതിനകത്ത് എന്തുമാത്രം ന്യായം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. You all are just seeing some movement that's happening outside that has been captured by the Big Boss camera. ഇതിൽ എങ്ങനെയാണ്, how can you come to a conclusion that two people were engaged in an act? And even if they did, there's nothing wrong. They're two singles, they're two mutually consenting adults. ഓക്കെ, അത് അവരങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, രണ്ടുപേരും കൺസെൻറ്റോടെ കൂടിയിട്ടല്ലേ എന്ന്. ആ പറഞ്ഞതിനകത്തോട്ട് എനിക്ക് യോജിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നൊരു ഷോയാണ്. അപ്പം ഈ ഷോയിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മര്യാദയുണ്ടേ. അതിനൊന്നും ന്യായീകരിക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടായ തെറ്റ് തന്നെയാണ്. ഒരു കാരണവശാലും ചെയ്യരുത്. കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ 24/7 ലൈവാണ്. ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഒരുപാട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ്. അതിനകത്ത് ഇങ്ങനെയുള്ള പരിപാടി കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള ന്യായീകരണം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജിസൈൽ പറഞ്ഞ പോലെ ഇതൊരു റിയാലിറ്റി ഷോ ആണ്. ഒരു മൊമെന്റ് ഓഫ് റിയാലിറ്റി അവിടെ കാണുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് ദേ ആർ നോട്ട് ഈവൻ റോങ്. ബി, നിങ്ങൾ അങ്ങനെ കണ്ടു എന്ന് നിങ്ങളുടെ ഒരു അസംഷനും അട്ടർ വിഡിത്തരാണ്. ആരും ഒന്നും കണ്ടിട്ടില്ല. ചെയ്യുന്നത് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഐ ഫെൽറ്റ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ബോത്ത് ഒനീൽ ആൻഡ് അക്ബർ. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ ഇന്ന് ദ വേ ദേ took care of that whole controversy was commendable. Akbar categorically പറഞ്ഞു ഇതൊക്കെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കേണ്ട ഒരു കാര്യമാണ്. ഐ കുഡന്റ് ബിലീവ് there were people there waiting പോയി ബ്ലാങ്കറ്റ് കൊണ്ടുവരിക and both of them sitting and enacting that whole scene. ഇങ്ങനെയായിരിക്കും നടന്നുണ്ടാവുക, അങ്ങനെയായിരിക്കും നടന്നുണ്ടാവുക. അത് കാണാൻ കുറെ ആൾക്കാർ yes we all like controversial content. പക്ഷേ സത്യമാണ്, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് കാണിക്കേണ്ട ഒരാവശ്യം അവിടെ വരുന്നില്ല. ഇവർക്ക് യാതൊരു ബോധവുമില്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസ്. അതിനെ ചുക്കാൻ പിടിക്കുന്നത് ജിഷിൻ. എന്ത് ബോധമുണ്ട് ഇവനൊക്കെ? ഡെമോൺസ്ട്രേറ്റ് ചെയ്താണോ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്? എന്താണ് അതിനകത്ത് നടന്നതെന്ന്? കൊള്ളാം. എന്തായാലും എവിടെയെങ്കിലും ഒരു എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനവും വേണമല്ലോ. അപ്പം അങ്ങനെ എൻഗേജ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എസ്പെഷ്യലി വൈൽഡ് കാർഡ് എൻട്രീസ്. ഐ വാണ്ടഡ് ടു സീ വാട്ട് അനുമോൾ സോ. നിങ്ങളൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യൂ. അനുമോൾ ഇസ് കോളിംഗ് പീപ്പിൾ ടു ദ ബെഡ്റൂം ഒരു പ്രോപ്പർ ഡെമോൺസ്ട്രേഷൻ കൊടുക്കാൻ. ഇറ്റ് ഇസ് ജസ്റ്റ് സോ ചീപ്പ്. And O'Neill clearly said that this is a show with a representation of a lesbian couple. There is a international model like Giselle on the show. ഇത്രയും ഒരു ഓക്കെ, എന്തായാലും ഇത്രയേ ഉള്ളൂ സംഭവം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. അതല്ലാതെ ഞാനിവിടെ ആരെയും സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കുന്നില്ല. കാര്യം അനുമോൾ ഈ ഒരു കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് വലിയ രീതിയിലുള്ളൊരു ചർച്ചാ വിഷയം ഉണ്ടാക്കണ്ടായിരുന്നു. ഇനി രണ്ടാമത് അവർ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ സാമാന്യ ബോധം നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണം. കാര്യം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഇതിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മര്യാദകൾ നിങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഫ്യൂച്ചർ വെച്ചിട്ടുള്ള കളിയാണ്. നിങ്ങളുടെ വീട്ടുകാർ കംപ്ലീറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അതെപ്പോഴും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൊള്ളാം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.